പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം അതിതീവ്രമായിരുന്നു. ഇടത് വലത് മുന്നണികൾ ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് കനത്ത താക്കീതും പ്രഹരവും നൽകുന്ന പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാഴ്ചവെച്ചത്. ഹിന്ദിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. പക്ഷേ പരിഭാഷപ്പെടുത്തിയയാൾ ചിലതൊക്കെ വിഴുങ്ങി. ചില കാര്യങ്ങൾ ബോധപൂർവം അവിടെ മലയാളത്തിൽ പറഞ്ഞില്ല. അപ്പോൾ തന്നെ പ്രധാനമന്ത്രി തൻ്റെ നീരസം പ്രകടിപ്പിച്ചു. എന്നാൽ സദസ്സിൻ്റെ ചിരി മുഖ്യമന്ത്രി പിണറായി വിജയനിൽ കൗതുകമുണ്ടാക്കി. എന്താണ് സംഭവമെന്ന് തൊട്ടടുത്തിരുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് പിണറായി വിജയൻ ചോദിച്ചു. ജോർജ് കുര്യൻ കാര്യം പറഞ്ഞു കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യം ഇതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു നെടുംതൂണാണ് പിണറായി വിജയൻ. മറ്റൊരാൾ ശശി തരൂർ. ശശി തരൂരും ഇന്ത്യ മുന്നണിയുടെ മറ്റൊരു നെടുംതൂണാണ്. ഇവരൊക്കെ ഇരിക്കുന്ന ഈ വേദി ഇന്ന് ചിലരുടെ ഉറക്കം കെടുത്തും. ഇതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത്. ഇത് പരിഭാഷപ്പെടുത്തിയ പള്ളിപ്പുറം ജയകുമാർ എന്ന ഒരു ഹിന്ദി വിദ്വാൻ ഇക്കാര്യങ്ങൾ മാത്രം വിഴുങ്ങി. അതിനു മുൻപ് പ്രധാനമന്ത്രി പറഞ്ഞ എയർലൈൻസുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ത്വരിതത്തിലാക്കുമെന്നോ മറ്റോ പറഞ്ഞ് അവസാനിപ്പിച്ചു. പിണറായി വിജയനെക്കുറിച്ചും ശശി തരൂരിനെക്കുറിച്ചും താൻ പറഞ്ഞ കാര്യങ്ങൾ മലയാളത്തിൽ വരുന്നത് കാത്ത് നിമിഷങ്ങളോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോക്കി നിന്നു. ഒന്നും ഉരിയാടുന്നില്ല പള്ളിപ്പുറം ജയകുമാർ. പിന്നാലെ അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു മെസ്സേജ് പാസ് ചെയ്ത് വന്നതാണ്. പിന്നീട് ആത്മഗതമായിരിക്കാം ആ ഫ്ലോ അങ്ങ് പോയി. പിന്നാലെ മറ്റു കാര്യങ്ങളിലേക്ക് പ്രധാനമന്ത്രി കടന്നു. കേരളത്തിന് പുറത്ത് രാഷ്ട്രീയപരമായി ഒന്നിച്ചു നിൽക്കുകയും കേരളത്തിനകത്ത് രാഷ്ട്രീയപരമായി പോരടിക്കുകയും ചെയ്യുന്ന ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാന പാർട്ടികളുടെ നേതാക്കൾ ഒരേ വേദിയിൽ വന്നിരുന്നു. അത് ചിലരുടെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ്. ഒന്ന്, പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് അതായിരിക്കാം. മറ്റൊന്ന്, ശശി തരൂർ നേരത്തെ ചില വിവാദങ്ങളിൽ ചാടിയിരുന്നു. മറ്റൊന്നുമായിരുന്നില്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃപാടവത്തെ പുകഴ്ത്തിയതും ഇന്ത്യ ഭരിക്കുന്ന NDA സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചതുമായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ, ഇന്ത്യ മുന്നണി നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. ശശി തരൂരിനോട് വിശദീകരണം ചോദിച്ചുവെന്നും ഇല്ലെന്നുമുള്ള വാർത്തകൾ മാധ്യമങ്ങൾ വന്നതാണ്. എന്തായാലും കോൺഗ്രസിലെ നേതാക്കളിൽ വലിയൊരു വിഭാഗത്തിന് ഇക്കാര്യത്തിൽ ശശി തരൂരിനോട് നീരസമുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. വീണ്ടും ശശി തരൂർ BJP നേതൃത്വത്തെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദത്തിലുള്ള പ്രവർത്തനത്തെ ശ്ലാഘിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം. ആ ശശി തരൂർ ഈ വേദിയിലേക്ക് എത്തുന്നു. വേദിയിലേക്കെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്തദാനം നൽകി ശശി തരൂരിനോട് കുശലാന്വേഷണം പറയുന്നു. പിന്നീട് രാജ്യത്തിൻ്റെ നാഴികക്കല്ലായ ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി സഖ്യത്തെ കുറിക്കുകൊള്ളുന്ന തരത്തിൽ ആക്ഷേപിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെയും കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ഉറക്കം കെട്ടുപോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞുവെങ്കിൽ അത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ പരിഭാഷകനായ പള്ളിപ്പുറം ജയകുമാർ തയ്യാറായില്ല എന്നുള്ളത് വേദിയിലിരുന്ന പിണറായി വിജയനെ സുഖിപ്പിക്കാനാണോ, അതോ വേദിയിലിരുന്ന ശശി തരൂരിനെ സുഖിപ്പിക്കാനാണോ, അതോ പുള്ളിക്കാരന് ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, അദ്ദേഹം ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ ദേശീയ തലത്തിലുള്ള ഇന്ത്യ ടുഡേ അടക്കം, ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ ചാനലുകളിലെ പ്രധാനപ്പെട്ട തലക്കെട്ട് ഈ വാക്കുകളായിരുന്നു എന്നുള്ളതാണ് വാർത്തയുടെ മൂർച്ച എന്ത് എന്നുള്ളത് തിരിച്ചറിയുന്നവർ അത് കണ്ടെത്തുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. രാജ്യത്ത് ചില നേതാക്കന്മാരുടെ ഉറക്കം കെടും ഈ പരിപാടി കണ്ട്, ഈ വേദി കണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണ് ഇന്നത്തെ ദേശീയ മാധ്യമങ്ങളുടെ ലീഡ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പള്ളിപ്പുറം ജയകുമാർ എന്ന പരിഭാഷകന്റെ ഈ പരിഭാഷപ്പെടുത്തൽ, ചില കാര്യങ്ങൾ വിഴുങ്ങിയ പരിപാടി, അത് ബോധപൂർവമാണോ അല്ലയോ എന്ന് പാർട്ടിയുടെ നേതൃത്വം തന്നെ ആലോചിക്കേണ്ടതാണ്. സംഘാടക സമിതി വളരെ പണിപ്പെട്ടാണ് പള്ളിപ്പുറം ജയകുമാർ എന്ന ഹിന്ദി വിദ്വാനെ കണ്ടെത്തിയതെന്നാണ് പുറമേ കേൾക്കുന്ന സംസാരം. പക്ഷേ എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്നുള്ളത് അറിയില്ല. പക്ഷേ ചില ട്രോളന്മാരും
സോഷ്യൽ മീഡിയയും ഒക്കെ വളരെ കൃത്യമായി തന്നെ ഇക്കാര്യങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നല്ല ബെസ്റ്റ് ഒന്നാന്തരം പരിഭാഷകനം തന്നെയാണ് ട്രോളന്മാർ പറയുന്നത്. നമുക്കറിയാം, നേരത്തെ കേരളത്തിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഒരിക്കൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരിഭാഷപ്പെടുത്തുന്നതിൽ വിദഗ്ധനാണ്. ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ കെ സുരേന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളെ പരിഭാഷപ്പെടുത്തുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും സുരേന്ദ്രൻ മലയാളത്തിൽ മൊഴിമാറ്റി പറയുന്നില്ല. എന്താണ് പ്രശ്നമെന്ന് 2-3 തവണ പ്രധാനമന്ത്രി ചിന്തിച്ചു. അതിനുശേഷം അദ്ദേഹം ക്ഷുഭിതനായി. ഉടൻ തന്നെ വേദിയിലിരുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇടപെട്ട് സുരേന്ദ്രനെ മാറ്റി തുടർന്നുള്ള പരിഭാഷ വി മുരളീധരനാണ് നടത്തിയത്. അന്ന് കെ സുരേന്ദ്രനെതിരെ വലിയ സോഷ്യൽ മീഡിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ആ മാറ്റിയ നടപടിയെ സോഷ്യൽ മീഡിയ കണക്കിന് പരിഹസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് വന്നത് ചില സാങ്കേതിക പിഴവുകൾ, അതായത് ശബ്ദം കേൾക്കുന്നതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും പ്രധാനമന്ത്രി പറഞ്ഞത് മുഴുവനായി കെ സുരേന്ദ്രന്റെ ചെവിയിലേക്ക് എത്തില്ല, അദ്ദേഹത്തിന് അത് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പരിഭാഷയിലെ ആശയക്കുഴപ്പത്തിന് കാരണമെന്നുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നീട് വി മുരളീധരൻ പരിഭാഷ തുടർന്നപ്പോൾ ആ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പരിഭാഷകരുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ട ഒന്നാണ്. കാരണം നരേന്ദ്രമോദിയെ പോലെ കാര്യങ്ങൾ കുറിക്കുകൊള്ളുന്ന രീതിയിൽ പറയുന്ന ആളുകളുടെ ആ വാക്കുകൾ അളന്നെടുത്ത് കൃത്യമായി അവ തന്മയത്വത്തോടുകൂടി കാഴ്ചക്കാരിലേക്ക്, കേൾവിക്കാരിലേക്ക് എത്തിക്കാനുള്ള ഉത്തമ ബോധ്യവും ഉത്തമമായ കഴിവും ഉള്ളവരെ ആയിരിക്കണം പരിഭാഷകരായി നിയമിക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും തന്നെ മനസ്സിലാകേണ്ട കാര്യമാണ്. സംഘാടകർ ഇക്കാര്യത്തിൽ വരും കാലങ്ങളിലെങ്കിലും ശ്രദ്ധിക്കണമെന്ന് ഒരപേക്ഷ.